മലയാളത്തിൽ കോമഡി പടങ്ങൾ എഴുതാൻ റാഫി മെക്കാർട്ടിൻ ടീമും ഉദയകൃഷ്ണ സിബി കെ തോമസ് ടീമും ഫീൽഡിൽ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് തന്നെ അതേ കോമഡി പരിപാടിയിലൂടെ ബാക്ക് ടു ബാക്ക് ഹിറ്റടിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ബെന്നി പി നായരമ്പലം. അക്കൂട്ടത്തിൽ അദ്ദേഹം ഒരു നായകനെയും സംഘത്തെയും സൃഷ്ടിച്ച് അവരെ അഴിഞ്ഞാടാൻ വിട്ടൊരു സിനിമയായിരുന്നു ചോട്ടാ മുംബൈ. അദ്ദേഹത്തിന്റെ പ്രൈം ടൈമിൽ അദ്ദേഹം മോഹൻലാലുമൊത്ത് ചെയ്ത ഒരേയൊരു സിനിമ. രാജമാണിക്യം എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം. അങ്ങനെ എന്റർടൈൻമെന്റിന് പേര് കേട്ട എഴുത്തുകാരനും സംവിധായകനും നായകനും ഒപ്പം ഒരു സംഘവും ഒന്നിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പ്രോപ്പർ അടിച്ചുപൊളി ഫെസ്റ്റിവൽ ടൈപ്പ് പടം. മോഹൻലാലിനെ സെന്ററിൽ വെച്ച് ഒരു ഗ്യാങ് ഉണ്ടാക്കുമ്പോൾ മോഹൻലാലുമായി ജന്മനാ കെമിസ്ട്രിയുള്ള ജഗതി ശ്രീകുമാർ, മറ്റൊരു സീനിയറായ സിദ്ദീഖ് മുതൽ ആ സമയത്ത് മലയാളത്തിൽ കോമഡിയിൽ പുതുതായി വന്ന ബിജുക്കുട്ടനെയും ഉൾപ്പെടുത്തി മൊത്തത്തിലൊരു ഡൈവേഴ്സ് ഗ്യാങ്. കൂട്ടത്തിലൊരു പൊടിക്ക് സെന്റിമെന്റ്സ് കാണിക്കാൻ ഇന്ദ്രജിത്തും, നല്ല ആക്ഷനും ഡാൻസിനും മണിക്കുട്ടനും. ആൻഡ് ഇതാണ് നായകന്റെ സംഘമെങ്കിൽ കോമഡിയാണ് ഇവരുടെയും സിനിമയുടെയും പ്രധാന റൂട്ടെങ്കിലും ഒരു വമ്പൻ ആക്ഷൻ സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു കിടിലൻ വില്ലനും ഈ പടത്തിലുണ്ടായിരുന്നു. ഇതിനപ്പുറത്തേക്ക് പടത്തിൽ ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള എന്നാൽ സീരിയസ് കഥാപാത്രങ്ങളായി വരുന്ന സായ് കുമാറും വിജയരാഘവനും. ഇതിൽ ബിജുക്കുട്ടൻ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി അവസാനം പോലീസ് ജീപ്പിലേക്ക് തന്നെ കയറുന്ന രംഗം, ഗിയർ ചെറപറ മാറ്റരുത് എന്ന് പറയുമ്പോൾ ഗിയർ മാറ്റത്തേയില്ല എന്ന് പറയുന്ന രംഗം, തല ആരുടെ മുന്നിൽ ഇങ്ങനെ താഴാറില്ല താഴ് എന്നും പറഞ്ഞ് ജഗതി ശ്രീകുമാർ മോഹൻലാലിനെ തട്ടുന്ന ആ ഒരു രംഗം, പിന്നെ ആ ഐക്കണിക് ഞാനില്ലാതെ അപ്പൻ ഒരിറ്റ് വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത സീനിൽ സായ് കുമാർ മീൻകറിക്ക് വേണ്ടി ചോദിക്കുന്നത്, വളരെ സീരിയസ് ആയി നിൽക്കുന്ന ഒരു രംഗത്ത് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്, പിന്നെ കാലങ്ങൾക്ക് മുൻപ് നായകനെയും സംഘത്തെയും പറ്റിച്ചുപോയ കൊച്ചിൻ അനീഫ കോട്ടും സൂട്ടും ഇട്ട് തിരിച്ചു വന്നപ്പോൾ അടിച്ചു ഒരു വണ്ടിയുടെ ഒരു വശത്തൂടെ കയറ്റി മറ്റൊരു വശത്തൂടെ കീറിയ ഡ്രസ്സുമായി പുറത്തു വരുന്നത്. അങ്ങനെ ആകെ മൊത്തം പറഞ്ഞ പാട്ടും ഡാൻസും ആക്ഷനും പിന്നെ ഒരു ലോഡ് കോമഡിയുമുള്ള മലയാളത്തിലിറങ്ങിയ ഒരു സമ്പൂർണ്ണ എന്റർടൈനർ. അതായിരുന്നു ചോട്ടാ മുംബൈ.